ഹലോ ഗായ്, അങ്ങനെ നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്. No, madam. Last 19,000. I think it's best price, madam. And the teacher also come in school, but the teacher are not respect your parents. ഉബൈസ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കണ്ട് ഞാനും വിചാരിച്ചു ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇംഗ്ലീഷിലാക്കിയാലോ. എന്റെ ഇംഗ്ലീഷിന് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് നമുക്കത് വേണ്ടാന്ന് വെക്കാം. അപ്പൊ ഇന്ന് ഓഫീസിൽ നിന്ന് ലോഗൌട്ട് ചെയ്ത് നമ്മൾ നേരെ നാട്ടിൽ പോവാണ്. KSRTC കർണാടകയിലെ ഐരാവത് ക്ലബ് ക്ലാസ്സിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. രാവിലെ പോകുമ്പോൾ നമുക്ക് സ്ലീപ്പർ ബസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉച്ച സമയമായപ്പോൾ ഹർഷ ഗ്രാൻഡ് പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് അടുത്ത് നിർത്തി നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത്. നല്ല വിശപ്പുള്ളത് കൊണ്ട് അകത്ത് കയറി ഞാൻ മെനു നോക്കിയപ്പോൾ എല്ലാത്തിനും ഭയങ്കര റേറ്റ്. പക്ഷെ നമ്മളെ റിസപ്ഷനിസ്റ്റ് വീണ്ടും വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്കും കഴിക്കാനുള്ള റേറ്റുള്ള സാധനം ഉണ്ട് സാറേ. 84 രൂപയ്ക്ക് ഒരു മസാലപൂരിയും ഓർഡർ ചെയ്തുകൊണ്ട് ഞാൻ ബില്ലും എടുത്ത് നേരെ പോയി നമ്മുടെ മസാലപൂരി ഉണ്ടാക്കുന്ന കേടെ കയ്യിൽ കൊടുത്തു. നല്ല അടിപൊളി മസാലപൂരി, കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. ചൂടോടുകൂടി കഴിക്കാൻ സൂപ്പറാണെന്ന് വിചാരിച്ചുകൊണ്ട് അതും എടുത്ത് ടേബിളിൽ നിന്ന് ഞാനൊന്ന് കഴിച്ചു നോക്കി. സത്യം പറയാലോ, അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. 84 രൂപ കൊടുത്തതിൽ എനിക്ക് ഇവിടെ സങ്കടം തോന്നിയില്ല. അത് കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ബസ് പാർക്ക് ചെയ്ത് അവിടേക്ക് വന്നു. നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത്. ഇതാണ് രാജഹംസ. ഇതിന് 750 രൂപയാണ് ചാർജ് വരുന്നത്. പക്ഷെ അതിൽ നമുക്ക് സീറ്റ് കിട്ടിയില്ല. സോ ഇപ്പൊ നമ്മൾ പോകുന്നത് ഐരാവത്തിലാണ്. ഇതിന് 1200 രൂപ വരെ ചാർജ് ഉണ്ട്. നമുക്കെന്താ, കഴിക്കുക, ഉറങ്ങുക. നാട്ടിലെത്തും വരെ ഇങ്ങനെയാണ്. കഴിച്ചതിന്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം മൊബൈൽ നോക്കി പിന്നെ ഉറങ്ങിപ്പോയതിന് കാരണം പമ്പയിൽ ഇറങ്ങാൻ പറ്റിയില്ല. ഞാൻ പോയിട്ട് കങ്കനാടിയിലാണ് ഇറങ്ങിയത്. ഏകദേശം 6 മണിയാകുമ്പോൾ നമ്മൾ മംഗലാപുരത്ത് എത്തി. അവിടെ നിന്ന് നേരെ നമ്മുടെ നാട്ടിൽ പോകുന്ന ബസ്സും പിടിച്ച് നേരെ പോയി. ഫൈനലി വി ആർ ഇൻ ഉപ്പള. ഉപ്പളയിൽ ഇന്ന് ഇങ്ങനെ കമ്പനി ലോഗൌട്ട് അടിച്ച് അർജന്റായിട്ട് എത്താൻ. സോ ദിസ് ഈസ് ദ മാൻ. സോ ദിസ് ഈസ് വൈ ഐ കെയിം ടു ഉപ്പള. നമ്മൾ ഓഫീസിൽ നിന്ന് ലോഗൌട്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ എന്തുകൊണ്ട് നാട്ടിലെത്തിയെന്ന് കണ്ട്. മോർ അപ്ഡേറ്റ്സ് കമ്മിങ് സൂൺ. അങ്ങനെ സിറ്റി സെല്ലിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഷസീർ എത്തി. ഷസീറിൻ്റെ കൂടെ നേരെ വീട്ടിലേക്ക് പോവാണ്. ഉപ്പാനോട് പറഞ്ഞിട്ടില്ല വരുന്നെന്ന്. ഉപ്പാക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ഉപ്പയില്ല. ഉപ്പ എവിടെയോ പോയി. പിന്നെ ഉമ്മ ഉണ്ടാക്കി വെച്ച മീൻ ഫ്രൈയും നമ്മളെ നല്ല അടിപൊളി കൽത്തപ്പവും കഴിച്ച് നേരെ ബെഡിലോട്ട് ഉറങ്ങാൻ വേണ്ടി. ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുന്നു. നാളെ കിടിലൻ വ്ളോഗുമായിട്ട് വരാം.